കോട്ടയം ജിസ്മോളുടെ മരണം ഒന്നുമല്ലാതെ കിടക്കുന്ന ഒരു കേസാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ജിസ്മോളും 2 കുട്ടികൾ, അങ്ങനെ 3 ജീവനുകൾ നഷ്ടപ്പെട്ടു. ആത്മഹത്യ ചെയ്തതല്ല, കൊലപാതകമാണെന്നാണ് എല്ലാവരുടെയും നിഗമനം. അത് കൊലപാതകമല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് CCTV ദൃശ്യങ്ങൾ എടുക്കുന്നില്ല? ജിമ്മിയുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങറ്റം വരെ മീനച്ചലാറ് വരെ 10-20ഓളം CCTV ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം ഓരോരുത്തരും പോയി ഓരോന്നും ഇങ്ങനെ എണ്ണി കാണിച്ചതാണ് അങ്ങറ്റം വരെ ഇരിക്കുന്നത്. അതുപോലെ ജിമ്മിയുടെ വീട്ടിലും ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ. ആ CCTV ദൃശ്യങ്ങളെല്ലാം ചുറ്റിനും ഉണ്ടെന്നാണ് പറയുന്നത്. വീട്ടിൻ്റെ ചുറ്റിനും അവർക്ക് 3-4 ബസ്സുകളും പിന്നെ അതുപോലെ കാറുകൾ, ബൈക്കുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ വാഹനങ്ങളുള്ളത് കൊണ്ട് അവിടെ CCTV ഫുള്ള് വീട്ടിൻ്റെ ചുറ്റിനും അതുപോലെ അകത്തും മൊത്തത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ജിമ്മിയുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പോലും എടുത്തില്ല? അത് ജനങ്ങളുടെ ഒരു ചോദ്യമാണ്. ജിസ്മോളെ പപ്പ പറയുന്നുണ്ട്, എൻ്റെ മോൾ അങ്ങനെ ചെയ്യൂല, മോൾക്ക് ഭയങ്കര പേടിയാണ്. ആ കുട്ടി അവിടെ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു. അമ്മാവിയിൽ നിന്നും മൂത്ത നാത്തൂനാണ് കേട്ടോ, മൂത്ത നാത്തൂനിൽ നിന്നും ഭർത്താവിൽ നിന്നും. ഭർത്താവെന്ന് പറയുന്ന ഒരു കിഴങ്ങൻ. യവന്മാരെ കൊണ്ടൊന്ന് നോക്കാൻ കഴിവില്ലെങ്കിൽ യവന്മാരൊക്കെ എന്തിനിങ്ങനെ അന്നേ വേണ്ടെന്നുണ്ടെങ്കിൽ അവനങ്ങ് പറഞ്ഞു വിടാമായിരുന്നല്ലോ. കൊല്ലാതെ വിടാത്തെന്തായിരുന്നു? അതൊരു അഡ്വക്കേറ്റ് ആയിരുന്നു, മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പം ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് നിൽക്കണത് ഒന്നും ജിമ്മിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കണ ഒരു കാര്യത്തിനും ജിമ്മിക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് കോൺഗ്രസ് പ്രവർത്തക അങ്ങനെയും കണ്ടേക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ സത്യം പറഞ്ഞാൽ പഠിക്കണതും ഇഷ്ടമല്ലേ, അഡ്വക്കേറ്റായിട്ട് ജോലി നോക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ള ഈ കുട്ടി എന്ത് ചെയ്താലും അതിന് ഒരു താല്പര്യവും ഇല്ല. പക്ഷേ അയാൾക്ക് എന്ത് വേണോ ചെയ്യാം. അവരെ വീട്ടിനകത്ത് CCTV ദൃശ്യങ്ങൾ എല്ലാം എടുക്കാമായിരുന്നല്ലോ. ആ CCTVയുടെ ഹാർഡ് ഡിസ്കും എല്ലാം വലിച്ചു പറിച്ച് എറിഞ്ഞെന്നാണ് പറയണത്. വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തവും നശിപ്പിച്ച്. ജിസ്മോള് ആത്മഹത്യ ചെയ്യാനായിട്ട് ഞരമ്പ് മുറിച്ച് ആ ബ്ലഡ് അവിടെ മൊത്തവും കിടന്ന് ആ ബ്ലഡ് മൊത്തത്തിൽ കഴുകി വൃത്തിയാക്കി. ജിമ്മിയാണെന്നാണ് പറയണത്. ജിമ്മിയും ഇനി അമ്മയും കൂടെയൊക്കെ കാണുമായിരിക്കും. അപ്പം ഇത് എന്തിനാണ് അതങ്ങനെ കഴുകി വൃത്തിയാക്കി? ഇതൊക്കെ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ അങ്ങനെ വെച്ചിരിക്കാനുള്ള കാര്യമായിരുന്നു. എന്തുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കി? എന്നിട്ട് പോലീസ് എന്തുകൊണ്ട് ഇതൊരു അന്വേഷണത്തിന് മുന്നോട്ട് വരണില്ല? അവർ കേസ് കൊടുത്ത് ഏകദേശം 1 മാസമായി. ഈ 1 മാസത്തിനിടയിൽ 1 മാസം വേണ്ടല്ലോ, ഒരു 5 ദിവസം പോലും വേണ്ടല്ലോ CCTV ദൃശ്യം എടുക്കാൻ. അതാ ഇന്ന് ഇപ്പോൾ കൊല്ലത്തുനിന്ന് ഒരു കുട്ടിയെ കാണാതെ പോയി. ഇന്നിപ്പോൾ രാവിലെ ഉച്ചയ്ക്കാണ്ട നടന്ന സംഭവമാണ്. അപ്പോഴും തന്നെ അത് CCTV ദൃശ്യം നോക്കി ആ കുട്ടി നടന്നു പോണത് കാണിക്കുന്നുണ്ടല്ലോ. ഏത് ഭാഗത്തോട്ടാണ് അത് നടന്നു പോണത്, ബാഗും തൂക്കി നടന്നു പോണത്. ഇതെന്തുകൊണ്ട് കിട്ടണില്ല? ഇത് അതുപോലെ എത്ര കൊലപാതകങ്ങൾ നടന്ന് ആ കൊലപാതകങ്ങളെല്ലാം കോട്ടയത്ത് തന്നെ വൃദ്ധ ദമ്പതികളെ വെട്ടിക്കൊന്നത്. എന്നിട്ട് അതുപോലും ഏതാ അമിത്തെന്ന് പറയണ ഒരുത്തനെ കൊണ്ട് CCTV എടുത്ത്. അതുപോലെ അവരെ മോന് മുമ്പ് മരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്നാണ് CCTV ദൃശ്യങ്ങൾ എല്ലാം പെട്ടെന്നാണ് എടുത്തത്. പക്ഷെ അതുപോലെ എത്ര കേസുകളുണ്ട്. ഇത് മാത്രം എന്തുകൊണ്ട് CCTV ദൃശ്യം കിട്ടാത്ത? അപ്പോഴേ ജനങ്ങൾക്ക് അതിൽ വെച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇതിൻ്റെ പിന്നിലൊരു ദുരൂഹതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹത നീക്കണമെങ്കിൽ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം. ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കണം ഇതെങ്ങനെയാണ് ഈ മരണം നടന്നതെന്ന്. പിന്നെ ഇത് മാത്രം എന്ത് CCTV ദൃശ്യം കിട്ടാത്ത? ഇതാണ് ജനങ്ങളുടെ ഒരൊറ്റ ചോദ്യം. നിലയും ജിസ്മോളും ഭയങ്കര കൂട്ടായിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയൂല, എങ്കിലും ഏറെക്കുറെയൊക്കെ കാര്യങ്ങളൊക്കെ ജിസ്മോള് നിലയോട് പറയാറുണ്ടായിരുന്നു. അതുപോലെ ഈ മരണം നടക്കുന്നതിൻ്റെ ഞായറാഴ്ച കല്യാണത്തിന് പോയ കാര്യങ്ങൾ വരെ നിളയ്ക്ക് അറിയാം. കല്യാണത്തിന് പോയിട്ട് വന്നതിന് ശേഷമാണ് അവിടെ അത് സംഭവിച്ചത്. കല്യാണത്തിന് ഈ കുട്ടി പോണതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അത് എന്തോ ഒരു വല്ലാത്ത വാക്ക് പറഞ്ഞ് ഇത് കറുത്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഒരുപാട് അവഹേളനമൊക്കെ ഉണ്ടായി. കൊള്ളൂലെന്നും. പിന്നെ ജിമ്മിയെ കാണാൻ സൂപ്പറല്ലേ, ചുന്നരെ. അതുപോലെ തന്നെ അമ്മായിയമ്മേരെ കോലോ, അമ്മായിയമ്മയെ കാണാൻ എന്തിനുള്ള? അമ്മായിയമ്മയൊക്കെ
അവർക്കൊന്നും ഇല്ല ഓക്സിജൻ കിട്ടാത്തടത്തുനിന്ന് വന്നതാണെന്ന് ചോദിക്കും. അവരെ കാണാൻ എന്തിനു കൊള്ളാം? ആദ്യം നിങ്ങളെയൊക്കെ കുറ്റം നിങ്ങൾ തീർക്കണം. അതുപോലെ ഒരു മൂത്ത നാത്തൂനെന്ന് പറയുന്ന സാധനം, അവൾ ചിറിക്കൊക്കെ ഇട്ട് കുത്തോന്നണ, അവളെ വാലമ്പുളൊക്കെ വെച്ച് വിട്ടു. എവിടൊക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ട് പോകും. ഈ പെൺകുട്ടി എന്തുമാത്രം വേദന, ഇതിനെ കൊന്നതാണെങ്കിൽ ഇതെന്തുമാത്രം വേദന ആ വീട്ടിൽ കിടന്ന് അന്നേരം അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പപ്പയും എല്ലാം ഓർമ്മ വന്നിട്ടില്ലേ? ആ മരിക്കുന്ന സമയത്ത് ഇതിനെ കൊന്നതാണെങ്കിൽ, അഥവാ ഇത് ആത്മഹത്യ ചെയ്തതാണെങ്കിലും വിചാരിക്കും എനിക്ക് ഈ ഗതി വന്നല്ലോ, എൻ്റെ പപ്പയൊക്കെ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, വീണ്ടും യവൻ്റെ സ്വഭാവം നല്ലതാവും എന്ന് വിചാരിച്ചാണ് യവൻ്റെ പിറക്കെ വാലാട്ടിയായിട്ട് ഇങ്ങനെ നടന്നത്. എന്നിട്ട് ഈ നാത്തൂൻ്റെ കയ്യിലിരിക്കണ അടി, അമ്മാവിയുടെ കയ്യിലിരിക്കണ അടി, എവളെയൊക്കെ കയ്യിലിരിക്കണ അടി വാങ്ങിച്ച് കെട്ടേണ്ട ഒരു കാര്യമില്ല. അപ്പം ഈ നില പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഈ ജിസ്മോളുടെ വീട്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ളതായിട്ട് ഇതുവരെ നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ സ്വന്തക്കാരോ ആരും ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പം മേഡത്തിനാണെങ്കിൽ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ജിസ്മോള് സൂചിപ്പിച്ചിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാം. അതായത് ആ കാലഘട്ടത്തിൽ പോലും ജിസ്മോൾക്ക് അവിടെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അപായപ്പെടുത്താൻ പോയതാ, കുഞ്ഞിനെ വരെ ഇട്ടിട്ട് പോകേണ്ടി വന്നു. ഓക്കെ. ആ സന്ദർഭത്തിൽ ഈ മൂത്ത കുട്ടിക്ക് എന്ത് പ്രായം ഉണ്ടെന്ന് വല്ലതും അറിയാവോ? അവർക്ക് 2 മാസം 3 മാസം മറ്റേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ചെറിയ കൊച്ചായിരിക്കുമ്പോ തന്നെയാണോ മാറി നിൽക്കേണ്ടി വന്നത്? അതെ അതെ. അപ്പൊ കുട്ടിക്ക് 21-ലൊക്കെയാണ്, അത്ര വയസ്സൊന്നും ഇല്ല. അപ്പൊ ആ കുട്ടിക്ക് പാല് കൊടുക്കേണ്ട സാഹചര്യമൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടാവല്ലോ. അതെ അതെ. അവര് കുഞ്ഞിനെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പൊ അത് മൂത്ത മോളെയാണ്. അന്ന് മൂത്ത മോളോട് എതിർപ്പില്ല. അപ്പം എന്നിട്ടാണ് അവള് മാറി നിൽക്കുന്നത്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ശരിയാവത്തില്ലല്ലോ, ഞങ്ങൾ ഇടപെടട്ടെ എന്ന് ചോദിച്ചു. അവ പറഞ്ഞു വേണ്ട, അത് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. ആ കാരണങ്ങള് അല്ലെങ്കിൽ മുടക്കേണ്ടി വരും. മറ്റുള്ളവരുടെ സന്തോഷം നശിപ്പിക്കാൻ അവള് താല്പര്യപ്പെടുന്നില്ല. അത്തരം കാര്യങ്ങളും ഇങ്ങോട്ട് ഡീപ്പായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അതൊന്നും പുള്ളിക്കാരി ആരെയും ഉപദ്രവിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ സാമൂഹിക കൾച്ചർ അനുസരിച്ച് കുടുംബത്തിന്റെ ഭദ്രത അത് പുള്ളിക്കാരത്തി വളരെ മാക്സിമം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു. 100%. ഈ കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും അപ്പൊ അറിയത്തില്ല അവിടുന്ന് വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടായി വന്നതാണെന്ന് ആർക്കും അറിയത്തില്ല. ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ. ആ ഒരു സന്ദർഭത്തിൽ ഈ ജിസ്മോളുടെ പപ്പയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ നിലവിൽ? ഈ ജിസ്മോള് നാട്ടിലുണ്ട്. അപ്പൊ പപ്പേനെ ഇത്തരം കാര്യങ്ങൾ ജിസ്മോൾ അറിയിച്ചിരുന്നോ? കാരണം അറിയിച്ചിരുന്നാല് പുള്ളിക്കാരന്റെ ജീവിതത്തിനൊരു തടസ്സമാകും എന്ന് കരുതി അവള് സ്വയം സഹിക്കുകയായിരുന്നു. അതായത് ഈ കോഴ്സിന്റെ പേരും പറഞ്ഞ് പപ്പേനെയും പറഞ്ഞ് കൺവീനിയൻസ് ചെയ്യിച്ചിരുന്നു അല്ലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ ജിമ്മി ഈ ജിസ്മോളെ വീട്ടിൽ വെച്ച് അപായപ്പെടുത്താനായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നതായിട്ടുള്ള അങ്ങനെ വല്ല അറിവ് വല്ലതും മേഡത്തിന് കിട്ടിയിട്ടുണ്ടോ? അടിച്ചിരുന്നു, ഉപദ്രവിച്ചിരുന്നു, കഴുത്തിനൂട്ടി പിടിക്കുമായിരുന്നു. ജിമ്മി ഭയങ്കര ദേഷ്യക്കാരനാണ്. കഴുത്തിനൂട്ടി പിടിക്കുമായിരുന്നു ദേഷ്യം വന്നാല്. അതുപോലെ ഉപദ്രവിച്ചിരുന്നു. അടിച്ച കഥകളൊക്കെ എനിക്കറിയാം കുറച്ചൊക്കെ. പക്ഷെ അവള് ഇതൊന്നും പുറത്തു പറയത്തില്ല. അങ്ങനെ അച്ഛൻ സഹിക്കേട്ടുമ്പോഴാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഒരു പ്രാവശ്യം തല ഭിത്തിയിൽ പിടിച്ച് അതെനിക്ക് ആ സംഭവം ഞാൻ അറിഞ്ഞില്ല. അന്ന് പപ്പ നാട്ടിലുണ്ടല്ലോ, അതായത് പപ്പയിൽ നിന്നാണ് അത്തരം കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. പപ്പ പല മീഡിയാസിന്റെ മുമ്പിൽ അതൊക്കെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് അറിഞ്ഞിരുന്നത്. പിന്നെ ഈ ജിമ്മിയെ കൂടാതെ ഈ ജിമ്മിയുടെ അമ്മയും ജിമ്മിയുടെ സഹോദരിമാരും 2 സഹോദരി, മൂത്ത സഹോദരിയെ ഓൾറെഡി പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇവരാരെങ്കിലും ഒക്കെ ഉപദ്രവിച്ചിരുന്നതായിട്ട് വല്ല ജിസ്മോൾ പറഞ്ഞിട്ടുണ്ടോ? അടുക്കളയിൽ വെച്ച് അടിച്ചു എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പം ചെറിയ തെറ്റിന് പോലും അവര് 2 പേരും അമ്മായിയമ്മയും ചേട്ടത്തിയും ഒക്കെ അടിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഉപ്പിടാൻ മറന്നു അല്ലെ എന്തെങ്കിലും ഒക്കെ നല്ലപോലെ ശിക്ഷിക്കും അങ്ങനെ. അത് പക്ഷെ അവളൊരു തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ. അടിക്കുമായിരുന്നു. ഒന്നുമല്ലെങ്കിലും മരുമോളാണെങ്കിൽ പോലും കൂടെ ഇവരൊരു അഡ്വക്കേറ്റ് ആണ്, അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാളാണ്. ഇത്രയൊക്കെ സോഷ്യൽ ഉണ്ട് സാറേ. അതായത് ഈ പൊതുവെ വക്കീലന്മാരും മരുമോളായി വരുമ്പം വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇവിടെ നമ്മളെ കുടുക്കികളായി വരുമ്പോ ഇങ്ങനെ ഒതുക്കി ശിക്ഷിച്ചു നിർത്തുന്ന ഒരു താല്പര്യ മനോഭാവം ഉണ്ടല്ലോ.
ഒരു വിശ്വസിക്കാൻ തന്നെ പറ്റണില്ല. നല്ല രണ്ട് മക്കൾ. എങ്ങനെ കൊല്ലാൻ തോന്നി ഇവന്, ഈ ജിമ്മിക്ക് എങ്ങനെ കൊല്ലാൻ തോന്നി. ഇപ്പം അവൻ പോയി കിടക്കണു ജയിലിൽ 3 മാസം. അത് വെറുതെ 3 മാസം ആകുമ്പോൾ ഇപ്പം ഇറങ്ങി വിടും. ഒരു പേരിനും വേണ്ടി പിടിച്ചോണ്ടിട്ടേക്കാണ് ആ കിളവനെ. ഇനി ഈ കുട്ടിയെ ഉപദ്രവിച്ചോ എന്തോ, വേറെ ഏതെങ്കിലും പോസ്റ്റ്മോർട്ടത്തിലൊക്കെ തെളിയാനുള്ളതാണല്ലോ. ഏതെങ്കിലും രീതിക്ക് ഈ ജിസ്മോളെ ഉപദ്രവിച്ചോ, ഈ ജിമ്മി അല്ലാതെ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഇതെല്ലാം CCTVയിൽ തെളിഞ്ഞനാ. പക്ഷേ CCTV മൊത്തത്തിൽ അവരെ വീട്ടിലുള്ളത് നശിപ്പിച്ചെന്നാണ് പറയണത്. അതുപോലെ മറ്റുള്ളതൊന്നും എടുത്തില്ല. ഇനി ഈ നാത്തൂനൊക്കെ അടിക്കാനേ എവളെയൊക്കെ തല പിടിച്ചു വെച്ച് ഉരച്ചു കൊടുക്കണമായിരുന്നു. ഈ പെൺകുട്ടിക്ക് തൻ്റെ ഇടമില്ല. കൊല്ല് കളഞ്ഞിട്ടങ്ങിറങ്ങി പോകണമായിരുന്നു. അവൻ്റെ കുടുംബമേന്നും പറഞ്ഞ് നടന്നിട്ടല്ലേ ആ ജീവൻ വരെ അപകടത്തിലായത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പപ്പയുടെ അടുത്ത് വിളിച്ച് പറയുകയൊക്കെ ചെയ്യണ്ടായിരുന്ന. അതുമാത്രമല്ല, ഈ ജിസ്മോളെ പപ്പയെ കൊണ്ട് രണ്ടാമത് അമ്മ മരിച്ചുപോയി ആക്സിഡൻറ്റിൽ. അപ്പോൾ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചത് ജിസ്മോളെ സമ്മതത്തോടു കൂടിയാണ്. അത് എവിടെ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്? ജിമ്മിയിലെ ബന്ധത്തിലുള്ള ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ അവർ തങ്ങളിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഈ ജിസ്മോളും ഈ അപ്പൻ രണ്ടാമത് കെട്ടിയ പപ്പ രണ്ടാമത് കെട്ടിയ സ്ത്രീയായിട്ടൊന്നും ഒരു പ്രശ്നമില്ല, നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ബന്ധവും ഉണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും പറയാനും പറ്റില്ല, ജിമ്മിയുടെ ബന്ധത്തിലുള്ളത്. പിന്നെ അത് മാത്രമല്ല, ജിസ്മോളെ സഹോദരൻ കെട്ടിയിരിക്കുന്നത് ഈ ജിമ്മിയുടെ ബന്ധത്തിലുള്ള മൊത്തത്തിൽ ഈ കുടുംബത്തിലോട്ട് പോയങ്ങ് ചാടി. കഷ്ടം. എന്തായാലും ഈ ഞായറാഴ്ച കല്യാണത്തിനും പോയിട്ട് വന്ന് അതിൻ്റെ പിറ്റേന്ന് തിങ്കളാഴ്ച വരുന്നായിരുന്നു വിഷു. പിറ്റേന്ന് വിഷുവിന് മെസ്സേജ് ഇടുന്നുണ്ട് മെസ്സേജ് ഇട്ടിട്ട് അത് റിപ്ലൈ ഇല്ല. ഇവിടെ തലേ ദിവസം ഞായറാഴ്ച സംഭവം നടന്ന് അന്ന് എന്നെ കല്യാണത്തിന് ഈ കുട്ടി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ എന്തോ പറഞ്ഞ് അങ്ങനെ വിഷമിച്ച് നിൽക്കണതായിട്ടൊക്കെ ഈ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സൗന്ദര്യം ഇല്ലാതെയും അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷമം നിറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എവൾക്കൊക്കെ അങ്ങ് ഭൂലോക സുന്ദരിയല്ലേ എവളൊക്കെ. അത് പറയാൻ അവനും അവൻ്റെ സഹോദരി അമ്മയൊക്കെ സുന്ദരികളല്ലേ. തല്ലിക്കൊന്ന് അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമിച്ചു. എന്നാലും ശ്രമിക്കൂല, ഈ ഞരമ്പൊന്നും കട്ട് ചെയ്യത്തില്ല. എന്നിട്ട് പോരെങ്കിൽ ബൈക്കും കൂടെ അവിടെ കൊണ്ടുവന്നിച്ച്. എന്നിട്ട് CCTVയിൽ പോണ ദൃശ്യം ഒരു ഫോട്ടോ പോലെ ഇത് എടുത്തു വച്ചിരിക്കണം. അത് ജിസ്മോളാണെന്നും പറഞ്ഞ്. മണ്ടന്മാരല്ലേ മലയാളികളെന്ന്. ചോറാണ് കഴിക്കണമെങ്കിലും അത്ര മണ്ടന്മാരൊന്നും അല്ല കേട്ടാ. പിന്നെ എന്നിട്ട് 3 ജോഡി ചെരുപ്പും കൂടെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. കഷ്ടം. ഞരമ്പും മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ പോണ ആൾ ഹെൽമറ്റും വെച്ച് 3 ജോഡി ചെരുപ്പൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ചെയ്താണ് പോണ. ടീഷർട്ടൊക്കെ ഇട്ട് മരിക്കാൻ പോവേണ്, ആറ്റിൽ ചാടാൻ പോണത്. മൃതശരീരം പൊങ്ങി വന്ന്. അത് അങ്ങനെ പൊങ്ങി വരൂല. ഇതിപ്പോൾ ഒരു ദിവസത്തെങ്കിലും പഴക്കം ഉണ്ടെങ്കിൽ മാത്രമേ ആ മൃതശരീരം പൊങ്ങി വരുള്ളൂ. ആ വള്ളക്കാർ തന്നെ പൊക്കി എടുക്കുന്നുണ്ട്. ജീർണിച്ച് വരുന്ന ശരീരമായിട്ടാണ് അവർ അന്നേരം പറഞ്ഞത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ജിസ്മോക്കും മക്കൾക്കും ഒരിക്കലും നീതി കിട്ടൂല. ഇത് നീതി കിട്ടണമെങ്കിൽ CBI അന്വേഷണം തന്നെ വേണം. ജിസ്മോളെ കാര്യത്തിൽ എന്താണെന്ന് എല്ലാ ജനങ്ങൾക്കും അറിയണം. എന്താണ് അവിടെ സംഭവിച്ചത്, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് കൊലയാളികൾ എന്നുള്ളതെല്ലാം എല്ലാവർക്കും അത് അറിഞ്ഞേ പറ്റൂ. അത് അറിയണം.